WWE-യിൽ ഏതെങ്കിലും ഒരു റെസ്ലർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്ലർ WWE-യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു റെസ്ലർ പൊസിഷൻ മാറുന്നത് അല്ലെങ്കിൽ ലെവൽ മാറുന്നതിനുള്ള ചാൻസ് വളരെയധികം കുറവ് തന്നെയാണ്. അതായത് ഒരു റെസ്ലർ ഇപ്പോൾ ഒരു ജോബർ റോളിൽ, അതായത് ഏറ്റവും താഴെയുള്ള റെസ്ലറായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം മെയിൻ ഇവൻറ്റിലേക്ക് എത്താനുള്ള ചാൻസുകൾ നമുക്ക് 100-ൽ ഒരു 2% മാത്രമാണ് എന്നുള്ളത് പറയാം. കൂടുതൽ ജോബറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റെസ്ലേഴ്സ് എല്ലാവരും തന്നെ ആ ജോബറായി തന്നെ WWE-യിൽ നിന്നും വിരമിച്ചു പോകുന്നത്, WWE-യിൽ നിന്നും റിലീസായി പോകുന്നത്, അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം തന്നെ വിപരീതമായി ഞാൻ പറഞ്ഞിട്ടുള്ള ആ 2%-ൽപ്പെട്ട നല്ല കിഡിലൻ താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. WWE-യിൽ വളരെ മോശം ക്യാരക്ടേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ വളരെയധികം താഴേക്കിടയിലുള്ള റോളുകൾ ചെയ്ത് ഇപ്പോൾ വേറെ ലെവലിലേക്ക് എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ചു കാലം വേറെ ലെവലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന WWE റെസ്ലേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ തുടക്കം തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ റെസ്ലറായിട്ടുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് എടുക്കാം. അതെ, ജിൻഡർ മഹാലിൽ നിന്ന്. WWE-യിൽ 3MB എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വളരെയധികം കോമാളി കളിച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു ടീമിലെ ഒരു മെമ്പറായിട്ടുണ്ടായിരുന്ന ജിൻഡർ മഹാൽ ഒരിക്കലും ഒരു മെയിൻ ഇവൻ്ററായിട്ട് മാറുമെന്നുള്ളത് ആരും സ്വപ്നത്തിൽ പോലും കണ്ടു കാണില്ല. 2017-ലായിരുന്നു ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ജിൻഡർ മഹാൽ എങ്ങനെയാണ് ആ ഒരു പൊസിഷനിൽ എത്തിയത്? 2010 ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ പൊലിപ്പിക്കണമെന്ന് തോന്നിക്കൊണ്ട് വിൻസ് മക്മാൻ തന്നെയായിരുന്നു ഇന്ത്യൻ റെസ്ലേഴ്സിന് കൂടുതൽ മുൻഗണന കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു അവർ ജിൻഡർ മഹാലിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ WWE നേരിട്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡർ മഹാലിനെ ആ ഒരു വേൾഡ് ടൈറ്റിൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതല്ല, ആ ഒരു ജോബർ ലെവലിൽ നിന്നും അദ്ദേഹത്തെ മെയിൻ ഇവന്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ജേർണി സെറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു WWE-ക്ക് ഏറ്റവും കൂടുതൽ പണിയായിട്ടുണ്ടായിരുന്നത്. WWE മെല്ലനെ പുഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നീട് ജിൻഡർ മഹാലിനെ ഒരു 6 പാക്ക് ചലഞ്ചിലേക്ക് കൊണ്ടുവരികയുണ്ടായി. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടന്ററെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അന്നാണെങ്കിൽ ആ ഒരു ചാമ്പ്യനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ വൈപ്പറായിട്ടുണ്ടായിരുന്ന റാൻഡി ഓർട്ടോണും തന്നെയായിരുന്നു. ആരും തന്നെ പ്രതീക്ഷിക്കാത്ത കാര്യം തന്നെയായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു 6 പാക്ക് ചലഞ്ചിൽ ജിൻഡർ മഹാൽ വിജയിക്കുകയുണ്ടായി. അങ്ങനെ ജിൻഡർ മഹാൽ നമ്പർ 1 കണ്ടന്ററായി മാറുകയും ചെയ്തു. പിന്നീട് 2017-ൽ നടന്നിട്ടുണ്ടായിരുന്ന ബാക്ക്ലാഷിൽ റാൻഡി ഓർട്ടോൺ വേഴ്സസ് ജിൻഡർ മഹാൽ തമ്മിലുള്ള ഒരു മാച്ച് നടക്കുകയും എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജിൻഡർ മഹാൽ റാൻഡി ഓർട്ടോണെ പിൻ ചെയ്ത് ആ ഒരു മാച്ചിൽ വിജയിക്കുന്ന കാഴ്ചയും തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ശരിക്കും ജിൻഡർ മഹാലിന് ആ ഒരു റോൾ നല്ല രീതിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഫാൻസിനും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയായിരുന്നു അർത്ഥം. അത് കഴിഞ്ഞതിന് ശേഷം AJ സ്റ്റൈൽസിനെതിരെ ഒരു മാച്ച് കളിക്കുകയും അതിൽ ജിൻഡർ മഹാൽ തോൽക്കുകയും ചെയ്തതോടുകൂടി വീണ്ടും ജിൻഡർ മഹാൽ ആ ഒരു മിഡ് കാർഡ് റെസ്ലർ ലെവലിലേക്ക് മാറിപ്പോവുകയായിരുന്നു. രണ്ടാമത്തെ സൂപ്പർ സ്റ്റാർ മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന ഡ്രൂ മെക്കിൻഡർ തന്നെയാണ്. 2009 മുതൽ 2014 വരെ ഡ്രൂ മെക്കിൻഡർ WWE-യിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്തൊന്നും തന്നെ WWE വലിയ ഒരു കാര്യം കൊടുക്കാത്ത അല്ലെങ്കിൽ വലിയ മൈൻഡ് കൊടുക്കാത്ത റെസ്ലേഴ്സിൽ ഒരാൾ തന്നെയായിരുന്നു ഡ്രൂ മെക്കിൻഡർ. ആ ഒരു സമയത്തെല്ലാം തന്നെ വളരെ ചെറിയ റെസ്ലേഴ്സ് വരെ വന്ന് ഡ്രൂ മെക്കിൻഡറിനെ തോൽപ്പിക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2014 ശേഷം ഡ്രൂ മെക്കിൻഡർ WWE വിട്ടു. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ കരിയർ മാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ലൊരു കരിയർ അവിടെ ബിൽഡ് ചെയ്തിട്ട് വീണ്ടും WWE-യിലേക്ക് തിരിച്ചു വരികയുണ്ടായി. തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് NXT ബ്രാൻഡിലേക്കായിരുന്നു. ആ ഒരു NXT ബ്രാൻഡിൽ ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് തന്നെയായിരുന്നു ഡ്രൂ മെക്കിൻഡർ കാഴ്ചവെച്ചത്. അങ്ങനെ അതിനുശേഷം അദ്ദേഹം മെയിൻ റോസ്റ്ററിലേക്ക് വന്നു. കുറച്ച് വർഷങ്ങൾ WWE-യുടെ മെയിൻ റോസ്റ്ററിൽ വർക്ക് ചെയ്തു. 2020-ൽ WWE കൊറോണ വന്നതിന് ശേഷം അടച്ചു പൂട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ WWE വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിൽക്കുന്ന WWE-യെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് ആ സമയത്തെ ഫേസ് ഓഫ് ദി കമ്പനി ആയിട്ട് മാറുകയായിരുന്നു ഡ്രൂ മെക്കിൻഡർ. അന്നത്തെ റോയൽ റംബിൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൂ മെക്കിൻഡർ. അന്നത്തെ റെസ്ൽമേനിയ മെയിൻ ഇവന്റിൽ ബ്രോക്ക് ലെസ്നറെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൂ മെക്കിൻഡർ. അടുത്ത വ്യക്തി നമ്മൾ ശരിക്കും ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം തന്നെയായിരുന്നു. WWE തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് AEW എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പുതിയൊരു കമ്പനി ഉണ്ടാക്കിയ ഒരുപാട് പേരിൽ ഒരാൾ. ആ ഒരു വ്യക്തി ഒരിക്കലും WWE-യുടെ ഫേസ് ഓഫ് ദി കമ്പനിയായി മാറുമെന്നുള്ളതും WWE-യിലെ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിന് സാക്ഷിയാകാൻ വേണ്ടിയിട്ട് ആ ഒരു മൊമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് മാറുമെന്നുള്ളതും ആരും പ്രതീക്ഷ കാണില്ല. അതെ, കോഡി റോഡ്സിനെ പറ്റി തന്നെയാണ് പറയുന്നത്. WWE-യിൽ കോഡി റോഡ്സ് വന്ന ആ ഒരു സമയത്തെല്ലാം തന്നെ അദ്ദേഹത്തിന് നല്ല സ്റ്റോറി ലൈനുകൾ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് പതിയെ മോശമായി തുടങ്ങാനും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്തത് മുതൽ, അതായത് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന അട്ടർ ഫ്ലോപ്പ് ക്യാരക്ടറിലേക്ക് എന്നാണോ കോഡി റോഡ്സ് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് മുതൽ
മുതൽ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. WWE ക്രിയേറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും മോശം ക്യാരക്ടർ തന്നെയായിരുന്നു സ്റ്റാർഡസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ആ ഒരു സ്റ്റാർഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് WWE ഒരു വിധത്തിലും ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് കണ്ടതോടുകൂടി തന്നെയാണ് കോഡി റോഡ്സ് അപ്പോൾ WWE വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം പല പല കമ്പനികളിൽ വർക്ക് ചെയ്തു. പിന്നീടായിരുന്നു AEW എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ കോഡി റോഡ്സും ഉണ്ടായിരുന്നത്. 2019 തുടങ്ങിയിട്ടുണ്ടായിരുന്ന AEWയിൽ അന്നു മുതൽ 2022 വരെ കോഡി റോഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തുടക്കകാലത്തെ വർക്കിന്റെ അത്രയും പോലും 2022 ആയപ്പോഴേക്കും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് നല്ല സ്റ്റോറി ലൈനുകൾ കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് വരാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയായിരുന്നു കോഡി റോഡ്സ് AEW വിട്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു റസൽമേനിയ 38ൽ WWE കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സർപ്രൈസ്, ഏറ്റവും വലിയ ബ്രാൻഡ് ചേഞ്ച് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. AEWയിൽ നിന്നും ഒരാൾ WWEയിലേക്ക് വീണ്ടും വരിക, അതും WWEയിൽ പണ്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ, അതും മറ്റാരുമല്ല AEW ക്രിയേറ്റ് ചെയ്തവരിൽ ഒരാൾ. ഇത്രയും കാര്യങ്ങൾ പോരെ WWE ഫാൻസിന് എല്ലാവർക്കും തന്നെ സർപ്രൈസ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ റസൽമേനിയ 38ൽ തിരിച്ചു വന്നതിന് ശേഷം ഒരു രക്ഷയുമില്ലാത്ത സ്റ്റോറി ലൈനുകളും ഒരു രക്ഷയുമില്ലാത്ത മാച്ചുകളുമായിരുന്നു കോഡി റോഡ്സിന്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത്. സെത്ത് റോളിൻസിനെതിരെയും ബ്രോക്ക് ലെസ്നറിനെതിരെയും റോമൻ റീൻസിനെതിരെയും നല്ല കിടിലൻ സ്റ്റോറി ലൈനുകൾ തന്നെയായിരുന്നു കോഡി റോഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. WWEയിൽ എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്ന റോമൻ റീൻസിന്റെ സ്ട്രീക്ക് തോൽപ്പിക്കാൻ വരെ WWE കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കോഡി റോഡ്സിനെയായിരുന്നു. അങ്ങനെ 2024 റസൽമേനിയ 40ന്റെ മെയിൻ ഇവന്റിൽ കോഡി റോഡ്സ് റോമൻ റീൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു വേൾഡ് ടൈറ്റിൽ കിരീടം മുത്തമിടുകയാണ്. അടുത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ മൈക്ക് കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തിയാണ്, മറ്റാരുമല്ല നമ്മുടെ മിസ് ആണ്. 2006 മിസ് WWEയിലേക്ക് ഡെബ്യൂ ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മൈക്ക് സ്കില്ലുകൾ കണ്ടുകൊണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു മെയിൻ ഇവന്റ്, റസൽമേനിയ മെയിൻ ഇവന്റ് ചെയ്യാനുള്ള ലെവലുണ്ട് എന്നുള്ളത്. പക്ഷെ ആരും തന്നെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം തന്നെയായിരുന്നു 2011 റസൽമേനിയ മെയിൻ ഇവന്റ് ദ മിസ് ചെയ്യും എന്നുള്ളത്. മിസ് തുടങ്ങിയ സമയത്തെല്ലാം തന്നെ ഒരു ഫേസ് ക്യാരക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫേസ് ക്യാരക്ടറായിട്ട് WWEയിൽ പൊലിവ് നടത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായതോടുകൂടി മിസ് അദ്ദേഹത്തിന്റെ ആ ഒരു ടാക്ടിക്സ് മാറ്റിപ്പിടിക്കുകയുണ്ടായി. മിസ് അങ്ങനെ ഒരു ഹീൽ ക്യാരക്ടറായി മാറുകയുണ്ടായി. അങ്ങനെ മിസ് WWEയുടെ മെയിൻ ഇവന്റിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് 2010 മണി ഇൻ ദ ബാങ്കിലായിരുന്നു. 2010 മണി ഇൻ ദ ബാങ്ക് വിജയിച്ചതിന് ശേഷമായിരുന്നു മിസ് അദ്ദേഹത്തിന്റെ ചവിട്ടുപടികൾ ഓരോന്നോരോന്നായി കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ വർഷം തന്നെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു റോ എപ്പിസോഡിൽ റാൻഡി ഓർട്ടോണെ പിൻ ചെയ്തുകൊണ്ട് തന്റെ മണി ഇൻ ദ ബാങ്ക് ക്യാഷ് ചെയ്തുകൊണ്ട് മിസ് വേൾഡ് ചാമ്പ്യനായി മാറുകയും ചെയ്തു. പക്ഷെ അന്ന് മിസ് വേൾഡ് ചാമ്പ്യനായത് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ അത് തന്നെയായിരുന്നു WWEക്ക് വേണ്ടിയിരുന്നത്. ജോൺസിനെ ഒരു നല്ല ഫേസ് ക്യാരക്ടറായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഹീൽ ക്യാരക്ടർ WWEയിൽ അത്യാവശ്യം തന്നെയായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു മിസിനെ ഉപയോഗിച്ചത്. അങ്ങനെ റസൽമേനിയ 27ലേക്ക് മിസ് വേഴ്സസ് ജോൺസിന തമ്മിലുള്ള ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉറപ്പിക്കുകയുണ്ടായി. ആ ഒരു മാച്ച് ഉറപ്പിച്ചപ്പോൾ തന്നെ എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു. മിസ് തന്നെയായിരിക്കും അതിൽ തോൽക്കുക, ജോൺസിനെ തന്നെയായിരിക്കും ആ ഒരു മാച്ചിൽ വിജയിക്കുക. ജോൺസിനെ ആ ഒരു ഫേസ് ക്യാരക്ടർ ഉപയോഗിച്ചുകൊണ്ട് മിസിനെ തോൽപ്പിക്കും എന്നെല്ലാം തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. അങ്ങനെ തോറ്റുകൊണ്ട് വീണ്ടും മിസ് മിഡ് കാർഡ് റെസ്ലറായിട്ട് മാറുമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ റസൽമേനിയ 27ൽ നടന്നത് മറ്റൊരു കാര്യം തന്നെയായിരുന്നു. നമ്മളെ എല്ലാവരും തന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു മാച്ചിൽ ദ റോക്ക് ഇന്റർഫിയർ ചെയ്ത് വരികയുണ്ടായി, ജോൺസിനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അങ്ങനെ മിസ് റസൽമേനിയ മെയിൻ ഇവന്റിൽ ജോൺസിനെ പിൻ ചെയ്തുകൊണ്ട് ആ ഒരു മാച്ചിൽ വിജയിച്ച് തൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് തിരിച്ചെടുക്കുകയുണ്ടായി. റസൽമേനിയയുടെ ചരിത്രത്തിൽ വളരെ കുറച്ച് ഹീൽ ക്യാരക്ടേഴ്സ് മാത്രമേ മെയിൻ ഇവന്റിൽ വിജയിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് വീണ്ടും റീറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അതിൽ ഒരാളായി തന്നെ മിസ് മാറുകയുണ്ടായി.